കടലല്ല. വാതി കാണാമോ? മഴ ചതിച്ചു ഗൈസ്. ഞങ്ങളുടെ ഗസ്റ്റ് ഒക്കെ ഔട്ടായി. ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയി. ഗസ്റ്റ് വരണമെങ്കിൽ ഇനി നീന്തി കിടക്കണം. എവിടെ വാതിലെങ്കിലും വിഷുവിന് ഇത്ര നേരത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ആൾക്കാർക്ക് വരാനും പറ്റിയില്ല. വരാൻ പറ്റൊക്കെ ചെയ്യും. ഗൗരി ഇപ്പൊ കണ്ട ഷിമ്മിയെ കണ്ട ഞങ്ങളുടെ ഇവിടുത്തെ മതില് കിടക്കണ ഒരു കിടത്തം കണ്ട ഗൈസ്. അവിടെ കറക്റ്റ് കട്ട കൊണ്ടിട്ട പോലെ ഉണ്ട്. ഇന്നത്തെ മഴയിൽ കാറ്റിലുണ്ടായ മതിലാണ്. വൻ നാശനഷ്ടമാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട ബാക്കാണ് ഗൈസ്. റിപ്പോർട്ടർ ജയ സജീവ്, അപ്പം ക്യാമറമാൻ. അതെന്താ അവിടെ കുറെ അത് വീണൊന്നല്ലോ? അല്ല വീണല്ല, ഇത് വീണതാ. പക്ഷെ കട്ട പൊട്ടിയില്ല. ഇവിടുത്തെ സിമെന്റിന്റെ ഒക്കെ ഒരു ഉറപ്പേ. എവിടെ മതി അങ്ങോട്ട് എങ്ങനെ പോവും? അതാ മോളിന്ന് കാണാ. ഞങ്ങള് കയറിയിട്ടൊന്ന് ഒന്നുകൂടി അടുത്തേക്ക് പോവാ. ഞങ്ങൾ ഒലിച്ചു പോവാന്ന് അറിയില്ല. ഒലിച്ചു പോയാൽ ഞങ്ങള് വയറിളക്കി. നല്ല ഉറപ്പുള്ള അല്ല, ഇനി ഇതിന്റെ അടിയിൽ വെള്ള ഒരാളില്ല തിരിഞ്ഞു നോക്കാനിട്ട കാറിയിട്ടും കൂടി കാര്യമില്ല. ഞങ്ങളുടെ വീടിന്റെ ബാക്ക് സൈഡാണ്. ഒന്ന് കുളിച്ചാല് പോവാണെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടോ? ഇത്ര ലൈഫായിട്ട് പച്ച വെളിച്ചത്തിൽ ഞാൻ ആദ്യം കാണുന്നത് കേട്ടാ. അത് ഓണല്ലേ? നമുക്ക് അതിന്റെ മീൻ പിടിച്ചാലൊക്കെ വരുന്നത് ഈ വെള്ളമാണ് ആ റോട്ടിക്ക് പോണത് കേട്ടാ. സൂപ്പറല്ലേ? പിന്നെ തോന്നുന്നോ തോന്നില്ല. അതാ റോഡ് ഏതാണ്, വഴി ഏതാണെന്ന് മനസ്സിലാവണില്ല. എവിടെ നിന്നാണ് ഈ മഴ പൊട്ടിപ്പൊടിക്കുന്നത്? വിഷുവിന് പടക്കം പൊട്ടിക്കണ്ട. മതില് പൊട്ടിത്തെറിച്ചായിരുന്നു. അന്നാ പുട്ടും പുട്ടും സൗണ്ട് തന്നല്ലേ. അടിയറോ കൈയോടോ. ഞങ്ങള് ആദ്യം അടുത്ത് കാണണം എന്നുള്ള പൂതിയും തീർന്ന് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ്. പപ്പടം കുഴച്ചിട്ട് സദ്യയും കഴിക്കാം. വാ വീട്ടിലൊക്കെ മതിലുമ്മ കൂടെ നമ്മള് നടക്കണത്. എങ്ങനെ ഇവിടെ നടക്കാൻ പറ്റും? സാമ്പാറൊക്കെ അവിടെ ഇരുന്നിട്ട് ഒരു ടേസ്റ്റ് ആവട്ടെ. സെറ്റാൻ വേണ്ടി എന്താണ് എന്റെ കൃഷിയോടൊക്കെ ആകുമല്ലോ. എന്താണ്, ഞങ്ങൾക്ക് വീടിന് സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് പൂളുണ്ട്. എന്നിപ്പോ